ലിവർ സിറോസിസ് എങ്ങനെ ചികിത്സിക്കാം എന്ന് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ചാൾസ് പാനിക്കൽ, സീനിയർ കൺസൾട്ടൻറ്റ് ഹെപ്പറ്റോളജിസ്റ്റാണ്. സിറോസിസ് ഞാൻ പറഞ്ഞ പോലെ പല സ്റ്റേജുകളുണ്ട്. കോമ്പൻസേറ്റഡ് സിറോസിസ് ആൻഡ് ദ ഡീകോമ്പൻസേറ്റഡ് സിറോസിസ്. കോമ്പൻസേറ്റഡ് സിറോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണം ചികിത്സിക്കുകയാണ്. മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ മദ്യപാനം നിർത്തുക, അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ആ വണ്ണം കുറയ്ക്കുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അതുപോലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും മൂലം ഉണ്ടാകുന്ന സിറോസിസ് ആണെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബിയും സിക്കുമെതിരെ ഫലപ്രദമായ മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ചികിത്സിക്ക വഴി ബിയെ കൺട്രോൾ ചെയ്യാനും സിയെ പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് മാറ്റുവാനും സാധിക്കും. ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് മൂലമുണ്ടാകുന്ന സിറോസിസ് ആണെങ്കിൽ നമ്മൾ പ്രതിരോധം കുറയ്ക്കുന്ന മരുന്നുകൾ, സ്റ്റിറോയിഡ്സ് പോലെയുള്ള പ്രതിരോധം കുറയ്ക്കുന്ന മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സസ് കോപ്പറും അയണും ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമ്മൾ അത് കോപ്പർ മാറ്റാനും അയൺ മാറ്റാനുമുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം സിറോസിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉള്ള മറ്റ് അസുഖങ്ങൾ, ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡയബറ്റീസ് ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്യണം. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അമിതവണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കണം. പ്രഷറുള്ള ആൾക്കാരാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ സിറോസിസുമായിട്ടുള്ള അനുബന്ധ അസുഖങ്ങൾ നമ്മൾ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ.